إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചര്യകളിൽപ്പെട്ടതാണ് എല്ലാ കാലത്തും എല്ലാ സമയത്തും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും മാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജയം നൽകുക, സഹായം നൽകുക എന്നത് എല്ലാ കാലത്തും. ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുന്ന സമയത്ത് എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, സമൂഹത്തിൽ ആരെല്ലാം എതിരായാലും ഏറ്റവും അവസാനത്തെ അന്തിമ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർക്കും അവരിൽ വിശ്വസിച്ച അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കുമാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ച, ആവർത്തിച്ച് പഠിപ്പിച്ച ചരിത്രമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ 5 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പല മുഅ്ജിസത്തുകളും പ്രകടമാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രവാചകനുമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ചരിത്രം, ജീവിതം ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നത് ഈ ഒരു സമയത്ത് അനിവാര്യമാണ്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരത്തിൽ വിക്കുള്ള ഒരു പ്രവാചകനായിരുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഏറ്റവും കഠിനഹൃദയനും ക്രൂരനുമായ ധിക്കാരിയായ ഒരു ഭരണാധികാരിയായ ഫിർഔനിൻ്റെ അടുക്കലേക്ക് സത്യത്തിൻ്റെ പ്രബോധനവുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുകയാണ്, ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി. മൂസാ നബിയോട് പറഞ്ഞു, നീയും നിൻ്റെ സഹോദരനും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔനിൻ്റെ ദർബാറിലേക്ക്, കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലണം. വലാ തനിയ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, എന്നെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അമാന്തിച്ച് നിൽക്കേണ്ടതില്ല. എന്നെ സ്മരിച്ചുകൊണ്ട് ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് നീ കടന്നു ചെല്ലണം പ്രബോധനത്തിനു വേണ്ടി. അള്ളാഹു പറഞ്ഞു, ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല, തീരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, കണ്ടും കേട്ടും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ധൈര്യം പകർന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് വിട്ടു. അവിടെ മൂസാ നബി ചെന്നു. അദ്ദേഹം അവിടെ പ്രബോധനം നടത്തി, മുഅ്ജിസത്തുകൾ കാണിച്ചു. ഫിർഔൻ കൊണ്ടുവന്ന സിഹറിൻ്റെ ആളുകളെ പരാജയപ്പെടുത്തി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ധിക്കാരിയായ ഭരണാധികാരിയായ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആ ആദർശത്തെ, അതിനോട് വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടോ അങ്ങനെ ഇരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇറങ്ങുകയാണ്, വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയി കൊടുത്തു, അൻ അസ്രി ബിഇബാദി, ബനൂ ഇസ്രായേലരും കൊണ്ട് പുറപ്പെടുക, ഫിർഔനും കൂട്ടരും നിങ്ങളെ പിൻപറ്റും, നിങ്ങളുടെ പുറകെ വരും, നിങ്ങൾ പുറപ്പെട്ടോ എന്ന് വഹയി കൊടുക്കുകയാണ്. ഫിർഔനാകട്ടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബനൂ ഇസ്രായേലരും ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന വിവരം അറിഞ്ഞത് ആ സമയത്ത് തന്നെ ഫിർഔൻ എന്ത് ചെയ്തു? ദൂതന്മാരെ പട്ടണങ്ങളിലേക്ക്, അങ്ങാടികളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങാടികളിൽ അവർ വിളിച്ചു പറഞ്ഞു, ഇന്ന ഹഉലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ വ ഇന്നഹും ലനാ ലഗായിദൂൻ വ ഇന്നാ ലജമീഉൻ ഹാദിറൂൻ. ഫിർഔൻ അയച്ച ഈ ദൂതന്മാർ അങ്ങാടികളിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ അരിശം കൊള്ളിക്കുന്ന ഒരു ചെറിയ സംഘമാണവർ, നമ്മളാകട്ടെ സംഘടിതരാണ്, സർവായുധ സജ്ജരാണ് എന്നിങ്ങനെ അങ്ങാടികളിലൂടെ ഫിർഔൻ എന്ത് ചെയ്തു? വിദ്വേഷ പ്രചാരണം നടത്തി മൂസാ നബി അലൈഹി സ്വലാത്തുക്ക് എതിരായിക്കൊണ്ട്. അങ്ങനെ ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുമായി നടന്നു നീങ്ങുകയാണ്. ആ പുറപ്പെടുന്ന ആ വേളയിൽ അവസാനം അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തുകയും ഫിർഔനിൻ്റെ ആ സൈന്യം അവരുമായി കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു രംഗം. ഒരു വിശ്വാസി എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും അവൻ ഓർത്തെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രംഗമാണത്. നമ്മൾ ആലോചിച്ച് നോക്കണം. മുന്നിൽ ചെങ്കടലാണ്, പിന്നിലാകട്ടെ കരുണ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ക്രൂരമായി കൊലപ്പെടുത്തുമെന്ന് ഉറപ്പിച്ച ആ ഫിർഔനും ഫിർഔൻ്റെ സൈന്യവുമാണ്. എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ബനൂ ഇസ്രായേലിലാകട്ടെ അവർ പാവപ്പെട്ട അടിമകളായിരുന്നു. അവരുടെ മുമ്പിൽ ചെങ്കടലും പിന്നിൽ ഫിർഔനും സൈന്യവും, ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്ന് പറയുന്ന പോലെ. ഒരു മനുഷ്യൻ അവൻ സാധാരണ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ അന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ആ സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. മുന്നിൽ കടലാണ്, ഇനിയൊരു കപ്പലുണ്ടാക്കി കാണാവുന്നത്ര ദൂരത്ത് നിൽക്കുന്ന ഫിർഔൻ്റെ സൈന്യം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കപ്പലുണ്ടാക്കി രക്ഷപ്പെടാന്ന് പറഞ്ഞത്, അത് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. എന്ന് പറഞ്ഞാൽ ഇനിയൊരു മാർഗ്ഗമില്ല അവരുടെ മുമ്പിൽ. മൂസാ നബിയുടെ കൂടെയുള്ള ബനൂ ഇസ്രായേലിൽ എന്ത് പറഞ്ഞു? ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ എന്തായാലും പിടിക്കപ്പെടും. മൂസാ നബിയോട് ചോദിച്ചു, അയിന വഅത്ത, എവിടെ നീ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എവിടെ? മൂസാ നബിയോട് തിരിഞ്ഞു ചോദിക്കുകയാണ്. മൂസാ നബിയെ വിശ്വസിച്ച് വന്ന ബനൂ ഇസ്രായേലർ തിരിഞ്ഞു ചോദിക്കുകയാണ്, ഇനി എവിടെ? ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ബാക്കി ഇനി ഫിർഔൻ്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പാകാൻ പോവുകയാണ് എന്ന രൂപത്തിൽ പ്രതീക്ഷ കൈവിട്ട് ബനൂ ഇസ്രായേലർ മൂസാ നബി അലൈഹി സ്വലാമക്കെതിരെ തിരിഞ്ഞു.
ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ല, തീർന്നിട്ടില്ല, ആയിട്ടില്ല. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എന്നെ വഴി കാണിക്കും. ഇതുവരെ എന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവൻ എന്നെ കൈവിടില്ല. സഹോദരന്മാരെ, ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസം. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ കടലും പിന്നിൽ കൊല്ലാൻ നിൽക്കുന്ന ആളുകളുമാണ്. ഒരു മനുഷ്യൻ പതറിപ്പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങനെ ഒരു വാചകം പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസമാണ്, തവക്കുലാണ്. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞതും ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാക്കൽ ബഹർ, ആ സമയത്ത് അള്ളാഹ് അപ്പോൾ വഹി കൊടുത്തു, മൂസാ നിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലിലടിക്ക്. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ അടിച്ചതും ആ കടൽ രണ്ടായി പിളർന്ന് രണ്ട് പർവ്വതങ്ങൾ പോലെ, അത്ര പർവ്വത സമാനമായ രൂപത്തിൽ വലിയ രണ്ട് പാളികളായിക്കൊണ്ട് വെള്ളം രണ്ടായി പിളർന്നുവെന്നാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അണുവിട സംശയമില്ലാതെ ശങ്കയില്ലാതെ തവക്കുലാക്കിയ ഒരു മനുഷ്യന് അള്ളാഹ് കൊടുക്കുന്ന ഒരു ഉറപ്പാണത്. അത് അന്നത്തെ കാലം കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു പോയൊരു കാര്യമല്ല. ഇന്നും വിശ്വാസികൾക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. ഇതുവരെ എത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടും ആ റബ്ബ് നമ്മെ കൈവിടില്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം എന്നതാണ് ആ സംഭവത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. നോക്കൂ നിങ്ങൾ, എന്ന് തുടങ്ങി ഇനിയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദാത്തുർ റിഖാ യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തുമായി തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തുകയും അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടി അവർ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഫറഖ അന്നാസ് യസ്തളിലൂന ബിശ്ശജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ നിന്ന് ഇറങ്ങി സ്വഹാബത്ത് ഓരോരുത്തരായി ഓരോ മരത്തിൻ്റെ തണലിലേക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിൻ്റെ തണലിൽ കിടന്നു. അവിടുത്തെ വാള് ആ മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഒരു ആറാബി, ഒരു മനുഷ്യൻ വന്നിട്ട് ആ വാളെടുത്ത് റസൂലുള്ളാഹിൻ്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മൈ യംനഉക മിന്നി, ആരുണ്ട് ഇനി എൻ്റെ ഈ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് എന്നെ രക്ഷിക്കാൻ. ഇതാണ് തവക്കുല്. നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? നമ്മുടെ കൂടെ വന്ന യുദ്ധം കഴിഞ്ഞ് വരെയല്ലേ, ആയുധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, കൂടി ഇത്ര ആളുണ്ട്, എല്ലാവരും അപ്പുറം ഉണ്ടല്ലോ. ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നതായിരിക്കും, എൻ്റെ കൂടെ വന്ന ആളുകൊണ്ടല്ലോ, അവരെന്നെ രക്ഷിക്കുമല്ലോ, ഒന്ന് ഒച്ച ഉണ്ടാക്കിയാൽ അവരിങ്ങോട്ട് വരുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന തവക്കുൽ അതല്ല. ഫസ്റ്റ് ഓപ്ഷൻ അല്ലായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ തവക്കുൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്ന തവക്കുൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ പിന്നെന്ത് ചെയ്യും? അല്ലാഹ് ഉണ്ടല്ലോ. ഇതല്ല തവക്കുൽ. ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യത്തെ ഓപ്ഷൻ അല്ലായിരിക്കും. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് തവക്കുൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്റ്റ് ഓപ്ഷൻ അല്ലായിരുന്നു. ഈ പറഞ്ഞ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാഹു ആയിരുന്നു. സഹോദരന്മാരെ, ഇതാണ് തവക്കുൽ. ഹിജ്റയുടെ സമയത്ത് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ജീവനോടെയോ കൊന്നിട്ടോ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മക്കയിൽ. അങ്ങനെ ഇരിക്കെ സൗർ ഗുഹയിൽ അഭയം തേടിയിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അന്വേഷിച്ചു വന്ന മക്കയിലെ മുശ്രിക്കുകൾ അവർ ആ ഗുഹാമുഖത്തെത്തിയ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അവരെങ്ങാനും അവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കി നമ്മളെ പിടിക്കപ്പെടും, അവർ നമ്മളെ വകവരുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? യാ അബൂബക്കർ മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അല്ലാഹ് കൂടെയുള്ള രണ്ട് പേരാണ് നമ്മൾ. എന്താ അബൂബക്കർ നിങ്ങൾ വിചാരിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു സംശയമില്ലതിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശങ്കയില്ല ആ വിഷയത്തിൽ. ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്ന തവക്കുൽ എന്ന് പറഞ്ഞാൽ. ആയിരത്തിൽ പരം വരുന്ന സർവായുധ സജ്ജരായ ഒരു വലിയ സൈന്യം മറുഭാഗത്തുണ്ടായിരിക്കെ തീരെയും യുദ്ധം പ്രതീക്ഷിക്കാതെ പോയ അത്ര പറയത്തക്കവണ്ണം ആയുധങ്ങളും സജ്ജീകരണങ്ങളും ഒന്നും ഇല്ലാത്ത വെറും 300 ചില്ലാനം ആളുകൾ മാത്രം ഉണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ബദറിലേക്ക് ചെന്നത് എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അവർ അങ്ങനെ ഒരു ഇത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 1000 പേര് എല്ലാ ആയുധങ്ങളുമായിട്ട് വരുന്ന ഈ 1000 പേരും ഈ 300 ചില്ലാന ആളുകൾ ഒരു ആയുധങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിട്ട് എന്ത് വിശ്വാസത്തിൽ അവരെ ഏറ്റുമുട്ടാനായിട്ട് ബദറിലേക്ക് ഇറങ്ങിയത്? ഒറ്റ വിശ്വാസം, അല്ലാഹ്, റബ്ബുണ്ടാവും. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം ചെയ്തതല്ലേ ഇത്രയും. അള്ളാഹ് നമ്മളെ കൈവിടുമോ? ഇല്ല. ആ വിശ്വാസമാണ് അവർ അങ്ങോട്ട് നയിച്ചത്. ഇവർ തവക്കുലാക്കി ഇറങ്ങിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണത്. ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. അള്ളാഹുവിൽ തവക്കുലാക്കിക്കോ, സത്യത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ. വകഫാ ബില്ലാഹി വക്കീല. തവക്കുലാക്കാൻ അല്ലാഹ് മതി നമുക്ക്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ അല്ലാഹ് മതി നമുക്ക്. മതിയായവനാണ് റബ്ബ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അങ്ങനെ തവക്കുലാക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ്. യാതൊരുവിധ സംശയമോ ആശങ്കയോ ഒന്നും നമുക്ക് ആ വിഷയത്തിൽ ആവശ്യമില്ല. സഹോദരങ്ങൾ, ഇതൊരു മുഅ്മിന് മാത്രം കിട്ടുന്ന ആസ്വാദനമാണ്. അള്ളാഹിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ആസ്വാദനവും സമാധാനവുമാണിത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ, എന്തെല്ലാം പ്രതികൂല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിലൊന്നും പതറേണ്ട ആവശ്യം നമുക്കില്ല. അതിലൊന്നും ഒരു ഭയപ്പാട് നമുക്കില്ല. കാരണം എന്തും ഏൽപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു റബ്ബ് നമുക്കുണ്ട്. എന്താ നമുക്കുള്ള പ്രയാസങ്ങൾ? ഈ ദുനിയാവിൽ നമ്മൾ എന്ത് പ്രയാസം അനുഭവിക്കുന്നത്? കുടിസതയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഒറ്റപ്പെടലാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം. നോക്കൂ നിങ്ങൾ, അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിഞ്ചു കുഞ്ഞിനെയും ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത മരുഭൂമിയായ മക്കയിലേക്ക് അവിടെ കൊണ്ട് വിടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഒറ്റ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. തന്നെയും തൻ്റെ കൈക്കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി തൻ്റെ ഭർത്താവ് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ നിൽക്കാൻ ഹാജറിനൊരൊറ്റ കോൺഫിഡൻസ്, ഒരൊറ്റ ആദർശം, ഒരു വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. റബ്ബിനറിയാം, ഇതൊക്കെ റബ്ബിനറിയുന്ന കാര്യങ്ങളാണല്ലോ, ബാക്കി അള്ളാഹ് നോക്കിക്കോളൂ എന്നുള്ള കോൺഫിഡൻസ് ആണിത്. ഇല്ലെങ്കിൽ നമുക്കെന്താ പ്രയാസം? കഠിനമായ രോഗമാണ് നമുക്കുള്ള പ്രയാസം. ശരീരമാകെ വ്രണങ്ങളുണ്ടായി ജീർണിച്ച് പുഴുക്കൾ വരുന്ന അവസ്ഥയുണ്ടായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം മുഴുവൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയിട്ടില്ലേ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നോട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ അദ്ദേഹത്തിനുണ്ടായ ഒരു വിശ്വാസം എന്താണ്? ഇത് റബ്ബിൻ്റെ പരീക്ഷണമല്ലേ, അള്ളാഹ് നോക്കിക്കോളൂ. എന്താ നമുക്ക് പ്രയാസം? മക്കളില്ലാത്തതാണ് നമുക്ക് പ്രയാസം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ നമുക്ക് പ്രയാസം? നമ്മുടെ പ്രയാസങ്ങൾ എന്താ? എന്ത് പ്രയാസമായിക്കോട്ടെ, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ, റബ്ബിൽ തവക്കുലാക്ക്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും റബ്ബിനോട് പറയ്. നമ്മളിതൊന്നും ചെയ്യാതെ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും ഖുർആനിൻ്റെ അധ്യാപനങ്ങളും പരിശുദ്ധമായ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നതും ഒക്കെ എന്താണ്? പേടിക്കേണ്ട ആവശ്യമില്ല. ദുനിയാവ് ഇന്നോ നാളെ കഴിഞ്ഞു പോകും, ബാക്കി അവിടെയാണ്. ഇവിടെ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. അവിടെയൊക്കെ റബ്ബ് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ റബ്ബിനെ അനുസരിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന കൽപ്പനകളെ നമ്മൾ ശിരസ വഹിക്കണം. അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ വേണ്ടാന്ന് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാർഗത്തിൽ നിന്ന് തെന്നിമാറി തോന്നിയ രൂപത്തിൽ ജീവിച്ചിട്ട് എന്നിട്ട് തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഇത് നന്ദികേടാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് നമുക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ട നാടിയേക്കാൾ അവനോട് നാം അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന. നോക്ക് നിങ്ങൾ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു സുഹൃത്ത് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു സമാധാനം ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ അടുത്ത് നിർത്തിയിട്ട് ഞാനുണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് ഒരു ആശ്വാസം കിട്ടുമല്ലോ. നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറഞ്ഞതാണ് വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവൻ്റെ കണ്ട നാടിയേക്കാൾ അടുത്താണ് നാം എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. റബ്ബ് അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ ഇഹാത്തത്ത് കൊണ്ടുമൊക്കെ അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കേണ്ട വിശ്വാസികളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിനെ സധൈര്യം നേരിടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ ശരിയാവണ്ണം തവക്കുലാക്കുന്ന അവൻ്റെ അടിയാറുകൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ്, ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില പ്രത്യേക സന്തോഷങ്ങളും ചില പ്രത്യേക സമാധാനങ്ങളും നൽകും. അത് വിശ്വാസികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും. എന്ത് സംഭവിച്ചാലും സമാധാനിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ആളുകൾക്ക് നൽകും. എന്ത് സംഭവിച്ചാലും അള്ളാഹുവിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. അള്ളാഹിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ശരിക്ക് മനുഷ്യന്മാരുടെ മനസ്സിന് സമാധാനം കിട്ടണത്. റബ്ബിനെ പറ്റി ആലോചിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് പ്രശ്നം ഉണ്ടായാലും, കുടുംബ പ്രശ്നമായിക്കോട്ടെ, നാട്ടിൽ സമൂഹത്തിലെ പ്രശ്നമായിക്കോട്ടെ, വ്യക്തിപരമായ നമ്മുടെ ബന്ധങ്ങൾക്കുണ്ടാകുന്ന ഛിദ്രതകളായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മൾ മനസ്സ് വേദനിച്ച് അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്നൊറ്റക്കായി 2 റക്അത്ത് നിസ്കരിക്കാൻ വുദു എടുത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടി സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിക്ക് ലോകത്ത് കിട്ടുള്ളൂ. വേറൊരു മനുഷ്യനും കിട്ടില്ല. എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അള്ളാഹിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ സമാധാനമാണത്. അതിനേക്കാൾ വലുതെന്തുണ്ട് ലോകത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം. എന്ത് സംഭവിച്ചാലും അവന് ഖൈറാണ്. എന്ത് സംഭവിച്ചാലും ഇൻ അസാബഹു മാ യുഹിബ്ബുഹു ഹമിദല്ലാഹു വകാന ഖൈറൻ ലഹു. അവൻ എന്തെങ്കിലും നന്മ ലഭിച്ചാൽ, നിഅമത്തുകൾ ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കും, അവനെ ശുക്ർ ചെയ്യും. വകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി. വൈൻ അസാബഹു മാ യക്റഹു, അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ അവനെ ബാധിച്ചാൽ സബറ വകാന ഖൈറൻ ലഹു, അവനതിൽ ക്ഷമിക്കും. കാരണം ഇത് അള്ളാഹ് വിധിച്ചതാണ് എനിക്കെന്നോർത്ത് ക്ഷമിക്കും. ഇതിൽ എന്തെങ്കിലും ഒരു ഖൈറുണ്ടാവുന്ന അവൻ പ്രതീക്ഷിക്കും.
ഫക്കാന ഖൈറല്ലോ, അതും അവന് കൂലിയാണ്, അതും അവന് ഖൈറാണ്. എന്ത് സംഭവിച്ചാലും ഖൈർ, അതൊരു വിശ്വാസിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വലൈസ കുല്ലു അഹദിൻ അംറുഹു കുല്ലുഹു ഖൈറുൻ ഇല്ലൽ മുഅ്മിൻ. എന്ത് സംഭവിച്ചാലും ഖൈറുണ്ടാവുക എന്നത് അതൊരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്ന ഒരു നിഅമത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് നമുക്കുള്ള പ്രശ്നം? എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ നമ്മുടെ ബിസിനസ് പോയി, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉപജീവനം, ദുനിയാവിൽ നമ്മുടെ ജീവിതം, അതെങ്ങനെ നമുക്ക് ഇവിടെ മുന്നോട്ട് ജീവിക്കണ്ടേ? എങ്ങനെ ജീവിക്കാനുള്ള ജീവിതമാർഗം നമ്മൾ ഒരുമിച്ച് ഒന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ എന്ന് വിചാരിച്ചാൽ, റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിച്ചാൽ, ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്താന, പക്ഷികളെ ഭക്ഷിപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ഭക്ഷിപ്പിക്കും അത്രേ. എങ്ങനെ? രാവിലെ ഒട്ടിയ വയറുമായി പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറപ്പെടുന്നു, വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ നിറഞ്ഞ വയറുമായി തിരിച്ചെത്തുന്നു. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്താന. അങ്ങനെ അള്ളാനെ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്കിയ അത്രേ ഉള്ളൂ ദുനിയാവ്. നമുക്കെപ്പോഴും നമ്മളെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിലുണ്ടാകുന്ന നഷ്ടങ്ങളാണ് നമ്മുടെ പ്രയാസങ്ങൾ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, എന്നെങ്കിലും നമുക്ക് എനിക്ക് ളുഹാ നിസ്കാരം കിട്ടിയില്ലല്ലോ, എനിക്കിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ, യൻസിലു റബ്ബുനാ തബാറക വ തആല, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്ന് പറഞ്ഞല്ലോ. രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്, പാപമോചനം ചെയ്യുന്ന ആളുകളുണ്ടോ അവർക്ക് ഞാൻ പുറത്തു നൽകാം എന്ന് പറയും എന്ന് പറഞ്ഞ സമയത്ത് കിടന്നുറങ്ങിപ്പോയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊരു പ്രയാസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നിട്ട് ഒന്നാം ആകാശത്ത് വന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ എഴുന്നേറ്റില്ലല്ലോ, ഞാൻ ഉറങ്ങിയല്ലോ എന്നോർത്ത് അതൊരു പ്രയാസമായി. അങ്ങനെ ഉണ്ടാവും നമുക്ക്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ശരിക്കും എന്താ നഷ്ടം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നഷ്ടമാണ് നഷ്ടം. ദുനിയാവിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടെന്താ? ആഖിറത്തിൽ നമുക്ക് നഷ്ടം ആകുന്നതാണ് നഷ്ടം. എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു, എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര ഹദീസ് നമ്മൾ കേട്ടു, എത്ര ഖുതുബകൾ നമ്മൾ കേട്ടു, അതിലൊക്കെ എന്തെല്ലാം അറിവുകൾ നമ്മൾ കേട്ടു, അതിൽ എന്തൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരലോകത്ത് ശാശ്വതമായ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടമാണ്. ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും വേറൊരു വഴിയുണ്ട്. മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു വഴിയില്ല. പിന്നെ നമ്മൾ ചെയ്യാതെ വിട്ട അമലുകളൊക്കെ നഷ്ടമായിരിക്കും, തീരാ നഷ്ടം. ഒരു മാർഗ്ഗമില്ല അത് തിരിച്ചു പിടിക്കാൻ. അത് നമുക്ക് പ്രശ്നമില്ല, അതിൽ നമ്മൾ അല്ലാഹുവിനെ തവക്കുലാക്കുന്നില്ല. ആ നഷ്ടങ്ങളിലെല്ലാം നമുക്ക് വേവലാതി. ദുനിയാവിൽ സംഭവിക്കുന്ന ചെറിയ നൈമിഷികമായ ചില ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിലാണ് നമ്മുടെ വേവലാതി, അതിലാണ് നമ്മൾ നൊമ്പരപ്പെടുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയല്ല നമ്മളാവേണ്ടത്. എപ്പോഴും നമ്മുടെ ഏറ്റവും മുൻഗണന നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിലെ പ്രയാസങ്ങൾ അതിനെ അല്ലാഹു നോക്കിക്കോളും എന്ന് തവക്കുലാക്കി ആഖിറത്തിലേക്ക് മുന്നേറാനുള്ള പ്രവർത്തനങ്ങളിലും അതിലും അള്ളാഹുവിനെ തവക്കുലാക്കി മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടുന്ന എല്ലാ തൗഫീഖും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجر والدينا واساتذتنا من النار. رب ارحمهما كما ربياني صغيرا. اللهم اعز الاسلام والمسلمين واذل الشرك والكافرين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.